ഈ തെങ്ങിൻ്റെ കുരുത്തോലയൊക്കെ ഒടിഞ്ഞ് വീഴുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയണത് ഇതിൽ ചെല്ലി കയറിയിട്ടുണ്ടെന്ന്. അതിന് മുമ്പ് നമുക്കിത് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാ ദിവസവും തെങ്ങിൻ്റെ മൂട്ടിൽ പോയി തെങ്ങിനെ നോക്കുന്ന ഒരാളാണെങ്കിൽ കയറിയാൽ അന്ന് തന്നെ അറിയാൻ പറ്റും. അത് വളരെ സിമ്പിളാണ്. ഈ മടലിൻ്റെ ഇടയിൽ ഇതുപോലെ ഇവൻ ചവച്ച് തുപ്പിയ ചണ്ടി ഇങ്ങനെ തള്ളി വരുന്നത് കാണാൻ പറ്റും. എങ്കിൽ ഉറപ്പിക്കാം ഇവനകത്തുണ്ട്. നമുക്ക് ഈ തെങ്ങിന് ദോഷം വരാതെ എങ്ങനെ ഈ കരിച്ചെ പുറത്തെടുത്ത് കൊല്ലാൻ പറ്റും? ഇതിനെ കൊല്ലാൻ 2 രീതിയുണ്ട്. അതിൽ ഒന്നാമത്തെ രീതിയാണ് ഇത്. ഒരു നല്ല മൂർച്ചയുള്ള കത്തി എടുത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞു വിടുക. അത് ഈ എന്തിനാണെന്ന് വെച്ചാൽ ഈ മടൽ ഒന്ന് അകന്ന് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ വിരലിട്ട് ഒന്ന് തള്ളി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവനെ നമ്മുടെ വിരലിൽ ഇത് തട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ കാണാനും പറ്റും. അങ്ങനെ കാണുകയാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ മൂർച്ചയുള്ള ഏതെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സൂചി പോലത്തെ എന്തെങ്കിലും പപ്പടം കുത്തിയോ, ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്, ഇതിട്ടിങ്ങനെ ഒന്ന് കുത്തി ഇതുപോലെ ഒന്ന് കുത്തി ഇങ്ങനെ എടുത്താൽ മതി. ഈസി ആയിട്ട് ഇങ്ങനെ പോരും. ഇനി ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ കുറച്ച് തരി എടുത്ത് ഇതുപോലെ അങ്ങ് അകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഇനി ഇതിനകത്ത് കുട്ടിയോ വേറെ ഏതെങ്കിലും കരിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ രീതിയാ? രണ്ടാമത്തെ രീതിയും ഇതുപോലെ തന്നെയാണ്. അപ്പുറം ഇപ്പുറം ഒന്ന് കയറി വിടുക. എന്നിട്ട് മടലൊന്ന് അകത്തിയിട്ട് ഒന്ന് നമുക്ക് കൈകൊണ്ട് തൊടാനോ കാണാനോ പറ്റാത്ത അത്രയും താഴ്ചയിലാണ് ഇത് ഇരിക്കുന്നതെങ്കിൽ മാത്രം ഈ രീതി ആവർത്തിക്കുക. ഇതുപോലെ വെട്ടി ആ മടലിനെ ഇങ്ങ് ചായ്ച്ച് മുറിച്ച് ഇങ്ങ് മാറ്റുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇതുപോലെ കാണാൻ പറ്റും ഇത് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം, കൃത്യമായിട്ട് നമുക്കത് കാണാൻ പറ്റും. നേരത്തെ പോലെ തന്നെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുത്താലും മതി. വളരെ സിമ്പിളാണ്. ഏതെങ്കിലും കീടനാശിനി അടിച്ചാലും മതി. കീടനാശിനി അടിച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് എഴുന്നേറ്റ് പറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് രക്ഷപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതല്ല കൊമ്പൻ ചെല്ലി. കൊമ്പൻ ചെല്ലി വേറെയാണ്. ഏറ്റവും കൂടുതൽ അപകടവും അതാണ്. എന്തായാലും ഈ കൊമ്പൻ ചെല്ലിക്കായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന എന്ത് മരുന്നാണോ ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ദിവസവും വന്ന് തെങ്ങിൻ്റെ മൂട്ടിൽ വന്ന് തെങ്ങിനെ പരിചരിക്കുക അല്ലാതെ വേറെ ഒരു മാർഗമില്ല. ഇതിനെ പിടിക്കാനായിട്ട് കുറേ ഐറ്റം കുടുക്കുകളുണ്ട്. അവയിൽ പലതും ഒരു പരിധിവരെ നമുക്ക് ഉപകാരപ്രദമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന കുടുക്കുകൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.